വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞും നഗ്നതാ പ്രദർശനം നടത്തിയും വിനായകൻ വിലസുമ്പോൾ കൈയടിക്കാനും കൈകെട്ടി നോക്കിയിരിക്കാനും വാമൂടി മിണ്ടാതിരിക്കാനും ആളുണ്ടാകും. എന്ത് തോന്നിവാസം കാണിച്ചാലും ദളിതനെന്ന ലേബലും ഇടത് സൈബർ മേലാളന്മാരുടെ പിന്തുണയും ഉണ്ടാകുമെന്നത് തന്നെയാണ് വിനായകന്റെ അഹന്തയ്ക്ക് കാരണവും. നാവിലും പ്രവൃത്തിയിലും സ്ത്രീവിരുദ്ധതയും സാമൂഹ്യ വിരുദ്ധതയും വിളയാടുന്ന വിനായക സ്ഥിരമിറക്കുന്ന ദളിത് ക്യാപ്സൂൾ ഇനിയും ഇവിടെ വിലപ്പോകില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ന്യൂസ് 18 ചാനലിനാണ് വിനായകന്റെ ഭീഷണി. അപർണ കുറുപ്പ് ചെയ്ത വീഡിയോ ചിത്രം പങ്കുവെച്ചുള്ള ഭീഷണി അതിങ്ങനെയാണ്: ഇവൾക്കും ഇവളുടെ മേലധികാരികൾക്കും 12 മണിക്ക് മുൻപ് ഉത്തരമുണ്ടാകും. വിനായക, ഇപ്പോൾ സമയം കൃത്യം 9 മണി ആയിരിക്കുന്നു. ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. താങ്കളുടെ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു. വി ആർ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. പോസ്റ്റ് മുക്കി പോയേക്കരുത്. വിശദമായി നോക്കാം. 9 മണി വാർത്ത. ആദ്യം പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടിക ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളിലും നോട്ടീസ് നൽകും. വിഷയത്തിൽ സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധത്തിന് സാധ്യത. രേഖാമൂലം പരാതി നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാംഗ്ലൂരിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം. ചേർത്തല ജൈനമ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് നിർണായക തെളിവുകൾ കണ്ടെത്തി അന്വേഷണ സംഘം. കത്തി, ചുറ്റിക, ഡീസൽ, കന്നാസ്, പേഴ്സ് എന്നിവ കണ്ടെത്തി. നിർണായക തെളിവുകൾ കിട്ടിയത് ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിൽ. കാറിലുണ്ടായിരുന്നത് ഏറ്റുമാനൂരിലെ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പാർക്ക് ചെയ്ത നിലയിൽ. ഇന്ത്യക്കെതിരായ തീരുവ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച അമേരിക്ക. തീരുവ തർക്കത്തിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി തുടർ വ്യാപാര ചർച്ചകൾ ഇല്ലെന്ന് ട്രംപ്. ഇന്ത്യ ഉൾപ്പെടെ 60-ലേറെ രാജ്യങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. തീരുവ വിഷയത്തിൽ പരമാധികാരം സംരക്ഷിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഇന്ത്യ. തെരാലിയിലെ ദുരന്തത്തിൽ വെല്ലുവിളിയായി രക്ഷാപ്രവർത്തനം. ഇനിയും കണ്ടെത്താനുള്ളത് 60-ലേറെ ആളുകളെ. റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ കഠിന പരിശ്രമത്തിൽ. ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. ഇന്ന് എയർലിഫ്റ്റ് ചെയ്തേക്കും. തന്നെ കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ഗുരുതരാരോപണവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്. കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നെന്ന് KGMCTA ഭാരവാഹികൾക്ക് ഡോക്ടർ ഹാരിസിന്റെ കുറിപ്പ്. ഓഫീസ് മുറി മറ്റൊരു പൂട്ടിയതിൽ അധികൃതർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. ഔദ്യോഗികമായ രഹസ്യരേഖകളടക്കം ഓഫീസ് മുറിയിലുണ്ടെന്നും ഹാരിസ്. കോൺഗ്രസിലെ DCC പുനഃസംഘടനാ പ്രതിസന്ധിയിൽ. ഡൽഹിയിൽ നടന്ന ചർച്ചകളിലും ധാരണയായില്ല. ജില്ലാ പ്രസിഡന്റുമാർ മത്സരിക്കേണ്ടതില്ലെന്ന ധാരണ പുനഃസംഘടനയിൽ പ്രതിസന്ധി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തൻ പ്രസിഡന്റായി തുടർന്നേക്കും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കൂട്ടുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് ഗതാഗത മന്ത്രിയെ കാണും. കൺസെഷൻ നിരക്ക് മിനിമം 5 രൂപയാക്കണമെന്ന നിലപാടിൽ ബസ് ഉടമകൾ. രവിരാമൻ കമ്മിറ്റി ശുപാർശ പ്രകാരമുള്ള 2 രൂപ നിരക്ക് മതിയെന്ന നിലപാടിൽ സർക്കാർ. ധാരണയിലെത്തിയില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്ന് ഉടമകളുടെ മുന്നറിയിപ്പ്. കൊല്ലത്ത് 16-കാരിയെ കാണാനില്ലെന്ന് പരാതി. കാണാതായത് പുത്തൂർ പാങ്ങോട് സ്വദേശിനി കീർത്തനയെ. പോലീസ് അന്വേഷണം തുടങ്ങി. കീർത്തന കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിരുന്നില്ലെന്ന് വീട്ടുകാർ. കാണാതായത് വീട്ടുകാർ ഇല്ലാത്ത സമയത്ത്. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിട്ട് മാസങ്ങൾ. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് നാട്ടുകാരുടെ നിവേദനം. അർജന്റീന ടീം ഒക്ടോബറിൽ അമേരിക്കയിലേക്ക്. ഷിക്കാഗോയിലാണ് മത്സരങ്ങൾ. ഇതോടെ ഒക്ടോബറിൽ അർജന്റീന കേരളത്തിലേക്ക് എത്തില്ലെന്ന് ഉറപ്പായി. ഒക്ടോബറിലെ ഫിഫ വിൻഡോയിൽ ചൈനയിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. നവംബർ 10-നും 18-നും ഇടയിലാണ് അടുത്ത വിൻഡോ. അങ്കോളയുടെ സ്വതന്ത്ര ദിനത്തോട് അനുബന്ധിച്ച് നവംബർ 11-ന് അങ്കോളയിൽ സൗഹൃദ മത്സരം കളിക്കേണ്ടതുണ്ട്. ശേഷിക്കുന്ന 7 ദിവസങ്ങളിലേക്കാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധക ലോകം ഉറ്റുനോക്കുന്നത്.
ബലോൺ ദ്യോർ പുരസ്കാരങ്ങൾക്കുള്ള ചുരുക്കപ്പട്ടികയായി കിലിയൻ എംബാപ്പയും ലാമിൻ യമാലും ഡെംബല്ലയും ഉൾപ്പെടെ 29 പേർ. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇല്ല. വനിതാ പട്ടികയിൽ മാർത്തയും ഐതാന ബൊൻമാറ്റിയും. പുരസ്കാരം സെപ്റ്റംബർ 22-ന് പ്രഖ്യാപിക്കും. വിശദമായി നോക്കാം ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ. ധർമ്മസ്ഥലയിലെ ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കേസിൽ ഒരാൾ അറസ്റ്റിൽ. ധർമ്മസ്ഥല സ്വദേശി സോമനാഥ സഫല്യാണ് അറസ്റ്റിലായത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. ജസ്റ്റിസ് ഫോർ സൗജന്യ കൂട്ടായ്മയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ കന്നഡ ചാനലിലെ 3 മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ನೆಲಕ್ಕಾಗುದಿರಾ? ನೆಲಕ್ಕೆ ಪತ್ತತಿ ಹಾಕಿದೆ. ಏರ್ನ ಕೈ ಹಾಕಿದೆ. ಏರ್ ಗೊತ್ತುಜ್ಜಿ ಆಯ್ನ ಮೋನೆ ಹೆಂಗ್ ದೂರ. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധർമ്മസ്ഥലയിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ പുറത്തുവിടുന്നത് വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും വിവരങ്ങളുമാണ്. ഇപ്പോഴിതാ ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായ ആളുകളെ കാണാം. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഒരാളിലേക്ക് മാത്രം പോലീസിന് എത്താൻ സാധിച്ചത്? ഭവ്യ, വെരി ഗുഡ് മോർണിംഗ്. ആ ദൃശ്യം തന്നെ പറയും ഈ ഡി ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്, അതിൻ്റെ തനിനിറം. അത്രത്തോളം ക്രൂരമായാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായത്. 6ഓളം മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാരകായുധങ്ങളുമായി എത്തി വാഹനങ്ങൾ ഉൾപ്പെടെ തകർക്കുന്നു, ക്യാമറ ഉൾപ്പെടെ തകർക്കുന്നു. ഒരു പ്രകോപനവുമില്ലാതെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുള്ള ഒരു ആക്രമണമാണിത്. അതായത് ഒരു ബിഗ് ബോസ് മുൻ താരത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനിടയിലാണ് ഒരു പ്രകോപനവുമില്ലാതെ ഈ സൗജന്യയുടെ വീട്ടിന് തൊട്ട് സമീപത്തുള്ള സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ ആക്രമിച്ചു കൊടുത്തു. ഈ കേസിൽ 150 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരാളെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോമനാഥ എന്ന് പറയുന്ന ധർമ്മസ്ഥലയിലുള്ള ഒരാളെ മാത്രം ഈ കേസിൽ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ സംഭവം നടന്ന് 2ാമത്തെ ദിവസമായിരിക്കുന്നു. കൂടുതൽ അറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ വലിയ പ്രതിഷേധം എന്തായാലും വരുന്നുണ്ട്. ഇന്നത്തെ തെരച്ചിലിലേക്ക് വന്നാൽ ഭവ്യ, വളരെ നിർണായകമാണ് ഇന്നത്തെ തെരച്ചിൽ. ഇന്ന് കൂടുതൽ പോലീസിനെ നമുക്കിവിടെ കാണാം. ഇത് പോയിന്റ് 13. ഈ പോയിന്റ് 13-ൽ 3 ദിവസമായി ഇതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ നടത്തുന്ന തെരച്ചിലിന് ഈ SIT ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുമെന്ന് പറയേണ്ടി വരും. ഇന്നലെ കഴിഞ്ഞ 2 ദിവസവും ഇവിടെ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞാലും തെരച്ചിൽ നടത്താനെത്തിയിരുന്നില്ല. കാരണം ഇത് വലിയ തോതിൽ വിശദമായി പരിശോധിക്കാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്പോട്ടിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം ഇത് ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രി പല നേരങ്ങളിലും ഇവിടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവന്ന് ഈ ഭാഗങ്ങളിൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 13 എന്ന് പറയുന്ന ഭാഗങ്ങളിൽ
വ്യാപകമായി ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രധാനമായും ഇവിടെ ഒരു 6ഓളം സാക്ഷികൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചിടുന്നത്, അതായത് ശുചീകരണ തൊഴിലാളി ഈ പ്രദേശത്ത് മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ട 6ഓളം പേരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു തെരച്ചിൽ ഇവിടെ ഉണ്ടാകും. ഒരു പക്ഷേ ഇന്ന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇവിടെ എത്തിച്ച് ഒരു പരിശോധന നടത്താനും ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വലിയ ഏരിയയാണ്. കഴിഞ്ഞ 1 മുതൽ 12 വരെ ഉണ്ടായിരുന്ന പോയിന്റ് പോലെയല്ല ഇത്. വലിയ ഏരിയയിലാണ് ഇതിപ്പോൾ റിബൺ ഇട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പോലീസ് കൂടുതൽ പോലീസ് രാവിലെ 9 മണിയോടാകുമ്പോൾ തന്നെ ഇന്ന് കൂടുതൽ പോലീസിനെ വരുന്നതും കാണുന്നുണ്ട്. ഒരു പക്ഷേ 10 മണിയോടുകൂടി തന്നെ ഇന്ന് നേരത്തെ തന്നെ ഇവിടെ തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത് മറകെട്ടി ഇത് കാണാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ പോലീസാണ്, ശക്തമായ പോലീസാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമയം രാവിലെ 9 മണിക്കൊന്നും ഇവിടെ പോലീസ് എത്താറില്ല. പക്ഷേ ഇന്ന് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്, സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള പ്രകോപനം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. SITയുടെ അന്വേഷണം ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇതുവരെ കിട്ടിയ തെളിവുകൾ, ഇതുവരെ കിട്ടിയ ഈ പരിശോധനയിലുണ്ടായ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ച കാര്യങ്ങളൊക്കെ അത് ഇന്നലെ ചർച്ചയായി ഒരു അവലോകനം നടത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായ ഒരുക്കങ്ങളോടുകൂടി SIT പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പരിശോധന വളരെ നിർണായകമെന്ന് പറയേണ്ടി വരും. ഇത് 1ാം ഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് കൂടിയാണ് ഈ 13 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ പരിശോധന, ഇത് പല ദിവസങ്ങളായി മാറ്റിവെച്ചതാണ് ഇവിടുത്തെ പരിശോധന. ഒരു പക്ഷേ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്താനായിരിക്കാം ഇതിങ്ങനെ മാറ്റിവെച്ചത്. എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 14ഉം 15ഉമാണ്. അതും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ 14ഉം 15ലും ഈ ആരോപണ വിധേയരായ വ്യക്തിയുടെ എസ്റ്റേറ്റുകളാണ്. ആ എസ്റ്റേറ്റുകളിൽ പരിശോധന നടത്തുമ്പോൾ എന്തൊക്കെ മൃതദേഹ ആവശ്യങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ ലഭിക്കുന്നു, അതും വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അതായത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും പോയിന്റിലുള്ള തിരച്ചിലാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണ വിധേയന്റെ എസ്റ്റേറ്റിലാണ് ഈ തെരച്ചിൽ നടക്കാനുള്ളത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഈ ആക്രമണങ്ങളൊക്കെ അവിടേക്ക് എത്തരുത്, അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് അന്വേഷണം എത്തരുത് എന്നതിന് മുൻപ് ഈ കയ്യൂക്ക് കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവമായിരിക്കില്ലേ ഒരു പക്ഷേ നേരത്തെ നടന്നത്. കാരണം ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടു. അതിന് പിന്നിൽ ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് അന്വേഷണം പോവരുത്, അന്വേഷണ സംഘത്തെയും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെയും വിലക്കുക, ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമായിരിക്കില്ലേ ബൈജു അതിന് പിന്നിൽ ഉണ്ടാവുക? തീർച്ചയായും ഭവ്യ, അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതായത് ഈ അന്വേഷണം വളരെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. കൂടുതൽ ആളുകൾ ഇവരുടെ നിരീക്ഷണത്തിലേക്ക് വരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇത് അട്ടിമറിക്കാൻ ഒരു പക്ഷേ ഇവിടെ ഒരു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി ഈ അന്വേഷണം വഴിമുട്ടിക്കുക എന്ന ലക്ഷ്യമൊക്കെ ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സമയത്ത് ഇത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സംഘം എത്തിയതെന്ന് മനസ്സിലാക്കേണ്ടി വരും. അതിൽ നിന്നും ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ആളുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ജീവനോടെ രക്ഷപ്പെടാനായത്. അത്രത്തോളം മാരകമായ പരിക്കാണ് ഇവർക്ക് ഏറ്റിട്ടുണ്ടായത്. അതുമാത്രമല്ല, ഈ ആക്രമിക്കുന്ന സമയത്ത് ഇവർ ഈ അക്രമി സംഘത്തിൽപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നത് ഇവിടെ 100-100-100-ലധികം മൃതദേഹങ്ങൾ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പോലും അവർ ഇവരോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇത്തരം ആക്രമണം നടത്തിയതിനു ശേഷം സാധാരണ നമ്മൾ കാണാറുള്ളത് ആക്രമണം നടത്തിയ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ഇവർ അവിടെ തന്നെ നിന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സൗജന്യയുടെ വീട്ടിലേക്ക് പോകുന്ന ബോർഡുകൾ ഉൾപ്പെടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു അമ്മ തൻ്റെ മകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നീതിക്കായി കാത്തിരിക്കുന്ന അമ്മ, ആ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അവരെ സന്ദർശിക്കാനെത്തിയ ആളുകളെ ആക്രമിക്കുക, അത്തരത്തിലുള്ള വളരെ മോശം പൈശാചികമായ രീതിയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അഴിഞ്ഞാട്ടമൊക്കെ, ആ ഡി ഗ്യാങ്ങിന്റെ ഒരു അഴിഞ്ഞാട്ടമൊക്കെ ഉണ്ട്. അതേ രീതിയിലാണ് ഇപ്പോൾ വീണ്ടും തലപൊക്കി നിൽക്കുന്നത് ഈ ഒരു സംഘം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഡി ഗ്യാങ്ങിന് ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള ധൈര്യം കിട്ടുന്നത്? എവിടുന്നാണ്? പോലീസ് സംവിധാനങ്ങൾ ചുറ്റുമുള്ളപ്പോൾ എങ്ങനെയാണ് ഇവർ തലപൊക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇവർക്ക് പിന്നിൽ ആര് എന്ന വലിയ പ്രസക്തമായ ചോദ്യം ബാക്കി നിൽക്കുന്നു. തീർച്ചയായും ധർമ്മസ്ഥല പോലീസിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ നമുക്ക് നീതി ലഭിക്കും എന്ന് ഇപ്പോഴും കരുതാൻ വയ്യ. ഇത് മംഗളൂരു കമ്മീഷണർ, മംഗളൂരു SP
കെ അരുണാണ് കൃത്യമായി എത്തിയതിനു ശേഷമാണ് ഇവിടെ ഈ സമാധാനമുണ്ടായതും ആളുകളെ പിരിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഈ ധർമ്മസ്ഥലം പോലീസിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നിലവിൽ കാർബാർ എന്നുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളും അത്തരം ആളുകളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും ഈ സുരക്ഷ ഒരുക്കാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. അവരുടെ ആയുധമേന്തിയ ആ സംഘം ധർമ്മസ്ഥല പോലീസിൽ ഇപ്പോഴും ഒരു പക്ഷേ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു മറുപടി അല്ലെങ്കിൽ ഒരു നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്ന അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം SP നേരിട്ട് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സുരക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാധ്യമ പ്രവർത്തനം പോലീസ് സുരക്ഷയിൽ നടത്തേണ്ട ഒരവസ്ഥയാണ് ധർമ്മസ്ഥലയിലുള്ളത്. തനിച്ച് ഏതെങ്കിലും തരത്തിൽ പോകരുതെന്ന ഒരു നിർദ്ദേശം അവർ നൽകിയിട്ടുമുണ്ട്. എന്തായാലും കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ തെരച്ചിൽ വളരെ പ്രധാനമായിരിക്കും. ഒരുപാട് പോലീസ് സംഘത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിൽ നടക്കുന്ന സമയത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ഇവിടെ നിയന്ത്രിക്കാനുമാണ് ഈ കൂടുതൽ പോലീസിനെ എത്തിച്ചിട്ടുള്ളത്. നേരത്തെ 9 മണിക്കൊന്നും നമ്മളിവിടെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാറില്ല. പക്ഷേ ഇന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ASP IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഈ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ കൂടുതൽ മൃതദേഹാവശ്യങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും, വളരെ വഴിത്തിരിവാവും. ഒപ്പം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏക ചാനലാണ് ന്യൂസ് 18 ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റെല്ലാ ചാനലുകളും ഇവിടുന്ന് മടങ്ങിയിരിക്കുന്നു. വലിയ ഭീഷണിയാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നതിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ന്യൂസ് 18 മാത്രമാണ് ഇവിടുന്ന് തത്സമയ വിവരങ്ങളുമായി ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുക കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പോലീസ് കൃത്യമായ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് ഈ 13-ാം പോയിന്റ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ വൈകിട്ട് ചേർന്ന യോഗവും ഇന്ന് രാവിലെ ഇപ്പോൾ ചേരുന്ന യോഗവും അതിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാകും. ഇവിടെ നിന്നും കൂടുതൽ മൃതദേഹാവശ്യങ്ങൾ ലഭിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കാം ഇത് ഏറ്റവും അവസാനത്തെ പോയിന്റായി മാർക്ക് ചെയ്തിട്ടുള്ളത്. 3 ദിവസമായി ഇവിടെ പരിശോധന നടത്തുമെന്ന് പറയുന്നു. പക്ഷേ പരിശോധന നടത്തിയില്ല. അപ്പോൾ അത്രത്തോളം ഒരുക്കങ്ങൾ ഈ ഒരു പോയിന്റിൽ പരിശോധന നടത്താനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇനി ഒരു 11:30 കൂടിയാണ് എല്ലാ ദിവസവും ഇത്തരത്തിൽ പരിശോധന നടത്തുമെങ്കിൽ ഇന്നൊരു പക്ഷേ നേരത്തെ തന്നെ ഇവിടെ പരിശോധന ആരംഭിച്ചേക്കാം. കാരണം കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഇവിടെ അത്രത്തോളം വലിയ ഒരു ഏരിയയാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതാണ് സ്നാനഘട്ട എന്ന് പറയുന്ന സ്ഥലം. അതിന് തൊട്ട് സമീപത്താണ് ഈ ഒരു 13-ാം പോയിന്റ്. അവിടെയാണ് ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തതും. രാത്രികാലങ്ങളിൽ ഇതൊരു റോഡാണ്. ഈ റോഡിലൂടെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടേൽപ്പിക്കുകയും ഈ കാണുന്ന പോയിന്റിൽ ഇവിടെ കുഴിച്ചിടുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. അതോടൊപ്പം 6ഓളം ആളുകൾ ഇദ്ദേഹം കുഴിച്ചിടുന്നത് ഇത്തരത്തിൽ രഹസ്യമായി കുഴിച്ചിടുന്നത് കണ്ടു എന്ന മൊഴി കൂടിയുണ്ട്. അവർ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പല സൂചനകളും പല തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ഇവിടെ പരിശോധന നടത്തുന്നതെന്ന് പറയേണ്ടി വരും. എന്തായാലും നമ്മൾ അത് കാത്തിരിക്കുകയാണ്. 6ാമത്തെ പോയിന്റിൽ നിന്നും മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചു. ഒപ്പം 3ാമത്തെ പോയിന്റിൽ നിന്നും മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചു. ഒപ്പം മാർക്ക് ചെയ്യാത്ത വനത്തിനകത്തുള്ള ആ സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള മൃതദേഹാവശ്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതെല്ലാം എത്ര വസ്തുക്കൾ, അതായത് എത്ര മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു, അത് പുരുഷൻ്റെതാണോ സ്ത്രീയുടേതാണോ, ഒരുപാട് കുട്ടികളെ ഉൾപ്പെടെ ഇവിടെ കൊന്നു കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അത്തരത്തിൽ ഏതെങ്കിലും മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അനന്യ ഭട്ടിൻ്റെയാണ്. അനന്യ ഭട്ടിൻ്റെ മൃതദേഹം സമാനമായ രീതിയിലുള്ള മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയത്. അങ്ങനെയെങ്കിൽ അത്തരം അനന്യ ഭട്ടിൻ്റെ മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? വളരെ നിർണായകമാണ്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് ധർമ്മസ്ഥല ഈ ആക്ഷൻ പോകുന്നു എന്ന് വേണം പറയാൻ. ഭവ്യ, തീർച്ചയായും ബൈജു, പറയാനുള്ളത് ഇത്രമാത്രമാണ്. മറ്റ് മാധ്യമങ്ങളൊന്നും ഇല്ലാത്തിടത്ത് ന്യൂസ് 18 നിൽക്കുമ്പോൾ ന്യൂസ് 18 കൃത്യമായ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ ബൈജു അത് വ്യക്തമാക്കിയതാണ്. ബൈജുവിനും ഞങ്ങളുടെ ക്യാമറാമാൻ അഖിലോട്ട് പാറയുമാണ് അവിടെയുള്ളത്. രണ്ടുപേർക്കും വലിയ ഭീഷണി ഡി ഗ്യാങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ട്. സുരക്ഷിതനായി വാർത്ത റിപ്പോർട്ട് ചെയ്യൂ. നമ്മൾക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് നമ്മുടെ വാർത്തകൾ എത്തിക്കേണ്ടതുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു, ധർമ്മസ്ഥലയിലെ അധർമ്മം കൃത്യമായി നമുക്ക് ഓരോ ദിവസവും അവിടെ സംഭവിക്കുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായി സുരക്ഷിതനായി റിപ്പോർട്ട് ചെയ്യുക. KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വളരെ വേഗം എത്താം ഇടവേളയ്ക്ക് ശേഷം. വോട്ടർ പട്ടിക ക്രമക്കേടിന് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളിലും ഇന്ന് നോട്ടീസ് നൽകും. വിഷയത്തിൽ സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധമുയർത്താനാണ് തീരുമാനം. രേഖാമൂലം പരാതി നൽകാൻ ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്
കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം എന്ന ആരോപണം ഉന്നയിച്ച ബാംഗ്ലൂരിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടക്കും. കാർത്തിക് നൽകും വിവരങ്ങൾ. കാർത്തിക്, ഗുഡ് മോർണിംഗ്. എന്തായാലും സഭയ്ക്കകത്തും പുറത്തും എന്ന പ്രതിഷേധം, അക്കാര്യത്തിൽ സംശയമില്ല അല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം ശക്തമായിരുന്നു. പാർലമെന്റിന് പുറത്തും ഈ വിഷയം ഉയർത്തി പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്നും കള്ള വോട്ട് ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നിയമോപദേശം കോൺഗ്രസ് തേടിയിട്ടുണ്ട്. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സുപ്രീം കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും രാജ്യമാകമാനം പ്രതിഷേധം ഉയർത്തുകയാണ് കോൺഗ്രസ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അല്പസമയത്തിനകം തന്നെ ബാംഗ്ലൂരുവിൽ പ്രതിഷേധ റാലി നടത്തും. രാഹുൽ ഗാന്ധി തന്നെ അതിന് നേതൃത്വം നൽകും. ഫ്രീഡം പാർക്കിലാണ് ഈ റാലി നടക്കുക. കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കും എന്നാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാവും ഈ പ്രതിഷേധം നടക്കുക. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്കും പ്രതിഷേധ മാർച്ച് അതിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെളിവുകൾ നിരത്തി ഉയർത്തിയ വിഷയം സജീവമായി നിലനിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ വർഷാവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പാണ്. ബീഹാറിൽ വരുന്ന മാസങ്ങളിൽ ഇത് സംബന്ധിച്ച ഒരു സന്ദേശയാത്ര നടത്താനും, അതായത് ഈ വിഷയങ്ങളിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സന്ദേശയാത്ര നടത്താനടക്കം പ്രതിപക്ഷ കക്ഷികൾ ആലോചിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം അത്താഴ വിരുന്നിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് സമീപകാലത്ത് കോൺഗ്രസുമായി ഇടഞ്ഞു നിന്ന തൃണമൂൽ കോൺഗ്രസും AAPയും അടക്കമുള്ള പാർട്ടികൾ പോലും ഈ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പം നിന്ന് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തുമ്പോൾ സർക്കാർ എന്ത് മറുപടി നൽകും എന്നതും നിർണായകമാണ്. ഭവ്യ, തീർച്ചയായും കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. വെല്ലുവിളിച്ച് ട്രംപ്, നിലപാടിലുറച്ച് ഇന്ത്യ. ഇന്ത്യക്കെതിരായ തീരുവ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ തർക്കത്തിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി തുടർ വ്യാപാര ചർച്ചകളില്ലെന്ന് ട്രംപ് നിലപാട് അറിയിച്ചു. അതിനിടെ ആഗോളതലത്തിൽ സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെ 60-ലേറെ രാജ്യങ്ങൾക്കുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുവ വിഷയത്തിൽ പരമാധികാരം സംരക്ഷിച്ചേ മതിയാകൂ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ. Follow up on the India tariffs. Do you expect increased trade negotiations, since you've announced the 50% tariff? No, not until we get it resolved. MG മിഥുൻ നൽകും വിവരങ്ങൾ. മിഥുൻ, ട്രംപ് നിലപാട് കടുപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ താൽപര്യം സംരക്ഷിക്കും, തലകുനിക്കില്ല, പരമാധികാരം സംരക്ഷിക്കുമെന്ന നിലപാടിൽ രാജ്യം ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു അല്ലേ? ഭവ്യ, അതായത് ഇപ്പോൾ ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, അതായത് ഈ മാസം അവസാനത്തോടുകൂടി ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് US പ്രതിനിധി സംഘം എത്താനിരിക്കുകയാണ്. അതിപ്പോൾ വഴിമുട്ടിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ 5 വട്ടമായി ഈ ഒരു ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങും എത്താതെ പോകുന്ന കാഴ്ചയായിരുന്നു. അതായത് ഈ കാർഷിക കരാറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലാണ് അത് വഴിമുട്ടുകയും ചെയ്ത് അതിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ ഈ സംഘത്തിന്റെ സന്ദർശനത്തിലൂടെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷം അത് സാധ്യമാകുമെന്നായിരുന്നു കരുതുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വ്യാപാര യുദ്ധം, ഈ അധിക തീരുവ ചുമത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു മറുപടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഉടനടി തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഈ 60-ലേറെ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഈ പകരച്ചുങ്കം 25% ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇന്ത്യക്ക് മേൽ അതിനും മുകളിൽ, അതായത് 25-നും ആദ്യം പ്രഖ്യാപിച്ച് 25, പിന്നീട് ഈ റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം അത് നിർത്തലാക്കണമെന്നുള്ള ഭീഷണി ട്രംപ് ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ പ്രഖ്യാപിച്ച് 25%, അത് ഈ മാസം 27 പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് 50% മുകളിലേക്ക് വരികയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ
അതിൻ്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നിലപാട് സ്വീകരിക്കൂ, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കി കഴിയുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ റഷ്യയുമായിട്ടുള്ള കൂടുതൽ കരാറുകളിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിലുണ്ട്. കാരണം പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത മാസം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നുള്ള ഒരു സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് എസ് ജയശങ്കർ ഈ വരുന്ന ആഴ്ച മോസ്കോ സന്ദർശനം നടത്തുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ NSA മേധാവി അജിത് ഡോവൽ അടക്കം ഈ ആയുധ കരാറുകൾ കൂടുതൽ ആയുധ കരാറുകളിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടി ഒപ്പം തന്നെ ആ ഒരു രംഗത്ത് പ്രതിരോധ രംഗത്ത് കൂടുതൽ ഊഷ്മളമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്കായി അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അധിക തീരുവ ചുമത്തിന് പുറമെ ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറുകൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അതുകൂടി വഴിമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. തന്നെ കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ഗുരുതര ആരോപണവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്. കുടുക്കാൻ കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നെന്ന് KGMCTA ഭാരവാഹികൾക്കുള്ള കുറിപ്പിൽ ഡോക്ടർ ഹാരിസ് ആശങ്ക പങ്കുവച്ചു. ഓഫീസ് മുറി മറ്റൊരു പൂട്ടിയതിൽ അധികൃതർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്നാണ് ഹാരിസ് ആരോപിക്കുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, തുടക്കത്തിൽ തന്നെ സിസ്റ്റത്തിനെതിരെ, ആരോഗ്യരംഗത്തുള്ള സിസ്റ്റം തകരാറിനെതിരെ ഒറ്റയ്ക്ക് പോരാടിയ താൻ ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സൂയിസൈഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് പോരാടിയ ഒരാൾ ആണ് ഹാരിസ്. അവസാനം അദ്ദേഹത്തിന് ഒരു സംഘടനയുടെ സഹായം തേടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലൊരു ഉപകരണം കാണാനില്ല എന്നായിരുന്നു അവസാനം വന്ന സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ ഉപകരണം, കോടിക്കണക്കിന് രൂപ വില വരുന്ന പല ഉപകരണങ്ങളും ഒരു ഉപകരണം ഇവിടെ നിന്ന് കാണാനില്ല. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഈ ആരോഗ്യവകുപ്പിന് ഈ ഒരു അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ട്. അതിന് അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ, അതായത് പ്രിൻസിപ്പൽ നടത്തിയ ഒരു കൂടുതൽ അന്വേഷണത്തിലാണ് ഈ ഒരു ഉപകരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ട്. അതായത് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ പരിശീലനം, ഉപയോഗിക്കാനുള്ള കൃത്യമായ പരിശീലനം ലഭിക്കാത്തതുകൊണ്ട് മാറ്റിവെച്ചതായിരുന്നു ഡോക്ടർ ഹാരിസിൻ്റെ വിശദീകരണം. അത്തരത്തിൽ ഈ ഒരു ഓഫീസിൽ ഇത്തരത്തിലൊരു ഉപകരണം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ലീവിലുമായിരുന്നു. അത്തരത്തിലൊരു കൂടുതൽ പരിശോധനയ്ക്കായി ഈ ഒരു ഓഫീസ് മുറി തുറക്കേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫീസിൻ്റെ താക്കോൽ തൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് ഇത്തരത്തിൽ ചാവി നൽകുകയായിരുന്നു. അത്തരത്തിൽ പ്രിൻസിപ്പാൾ ഇവിടെ വന്ന് ഈ ഒരു ഉപകരണം മറ്റും പരിശോധിക്കുകയും ഇത്തരത്തിൽ ഈ ഉപകരണം ഇവിടെ തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും പല മറ്റു ഉദ്യോഗസ്ഥരും മറ്റും മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ വന്ന് ഈ ഒരു ഓഫീസ് മുറി തുറന്ന് പരിശോധന നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മാത്രമല്ല താൻ കൊടുത്ത ചാവി മാറ്റി, അതായത് മറ്റൊരു പൂട്ട് ഉപയോഗിച്ച് തൻ്റെ ഓഫീസ് മുറി പൂട്ടിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതായത് ഈ ഒരു ഉപകരണം അവിടെ നിന്ന് മാറ്റാനോ അത്തരത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു സൂചനയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലാണ് ഈ ഒരു KGMCTയുടെ നൽകിയുള്ള ഒരു കുറിപ്പിൽ പങ്കുവെക്കുന്ന ഒരു ആശങ്ക. മാത്രമല്ല തുടക്കത്തിൽ ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ചുകൊണ്ട് ആരോഗ്യവകുപ്പും അന്വേഷണ സമിതിയെല്ലാം മുന്നോട്ട് വന്നിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്ന് സ്വല്പം പുറകോട്ട് പോയി അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന തരത്തിലേക്ക്, അതായത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ടെന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം വന്നിട്ടുള്ളത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് ഈ ആരോഗ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് ആ ഒരു പിഴവ് മറച്ചു വെച്ചുകൊണ്ട് ഡോക്ടറെ പഴിചാരാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത് എന്നൊരു സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിലാണ് മറ്റുള്ള നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ഇത്തരത്തിലൊരു ഡോക്ടറുടെ ഒരു യൂറോളജി വിഭാഗം തലവൻ്റെ ഓഫീസ് മുറി ഇത്തരത്തിൽ ലോക്ക് മാറ്റി പൂട്ടുക, ഈ ഒരു ഓഫീസ് മുറിക്കകത്താണ് ഈ കാണാതായി എന്ന് പറയുന്ന ഉപകരണമുള്ളത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഡോക്ടറെ ഇത്തരത്തിൽ കൊടുക്കാനുള്ളൊരു തരത്തിലുള്ളൊരു നീക്കം എന്നാണ് അദ്ദേഹവും നമ്മോട് ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപകരണം കാണാതെ പോയത് എന്ന് പറയുന്നതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഈ ഒരു ഉപകരണം നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു ഉപകരണം കാണാതെ പോയി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയതിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഭവ്യ. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ തലസ്ഥാനത്ത് തലമുറ മാറ്റത്തിന് വഴിയൊരുക്കാതെ താൽക്കാലിക അധ്യക്ഷനായ N ശക്തനെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താനുള്ള നീക്കത്തിനെതിരെ അമർഷം പുകയുന്നു. അതിനിടെ K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിൽ കരുനീക്കം നടത്തിയ കോഴിക്കോട് നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ സുധാകരൻ പക്ഷവും വിയോജിപ്പ് ശക്തമാക്കിയിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉറപ്പുവരുത്തി പുനഃസംഘടന പൂർത്തിയാക്കാൻ ഇരിക്കെയാണ് നേതൃത്വത്തിന് മുൻപിലെ പുതിയ വെല്ലുവിളി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഗ്രൂപ്പ് നേതാക്കളുമായും പാർട്ടിയിൽ നിർണായക സ്വാധീനമുള്ള മുതിർന്ന നേതാക്കളുമായും അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി അനുനയ നീക്കത്തിലൂടെ പുനഃസംഘടനാ പട്ടിക പുറത്തുവരാനിരിക്കെയാണ് പരിഗണനാ പട്ടികയിലെ ചില പേരുകൾക്കെതിരെ വിയോജിപ്പ് പരസ്യമാകുന്നത്. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക്
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുമ്പോട്ട് വെച്ച ചെമ്പഴന്തി അനിലിന്റെയും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ശരത് ചന്ദ്ര പ്രസാദിന്റെയും പേരുകൾക്ക് പുറമെ എം വിൻസെന്റ്, മണക്കാട് സുരേഷ്, കെ എസ് ശബരിനാഥൻ തുടങ്ങിയ പേരുകളും നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ തലമുറ മാറ്റത്തിനെതിരെ തലസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഒന്നിച്ചതോടെയാണ് അധ്യക്ഷ സ്ഥാനത്ത് എൻ ശക്തൻ തന്നെ തുടരാനുള്ള സാധ്യതയേറിയത്. ശക്തനെ തുടരാൻ അനുവദിക്കുന്നതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടാർ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാകുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് പാർട്ടിയിലെ രണ്ടാം നിരയുടെ ആക്ഷേപം. അതിനിടെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കാൻ രഹസ്യ ഇടപെടൽ നടത്തിയ KPCC ജനറൽ സെക്രട്ടറിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ സുധാകരൻ പക്ഷവും എതിർപ്പ് പരസ്യമാക്കിയിരിക്കുകയാണ്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡിലെ ഒരു പ്രമുഖനുമായി അണിയറ നീക്കം നടത്തിയതിനുള്ള പ്രതിഫലമായാണ് ഇയാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് സുധാകരന്റെ ആക്ഷേപം. ഈ നീക്കത്തിനെതിരെ പ്രവർത്തക സമിതി അംഗം കൂടിയായ കെ സുധാകരൻ പരസ്യ നിലപാട് സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. എതിർപ്പുകൾ വകവയ്ക്കാതെ പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കിയാൽ തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങും. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ പാർട്ടി ഘടകങ്ങളെ പ്രതിനിധീകരിച്ച് 410 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മാങ്കോട് രാധാകൃഷ്ണൻ തുടർന്നേക്കും. ജില്ലാ നേതൃത്വത്തിൽ ചേരിതിരിവ് നിലനിൽക്കുന്നതിനാൽ ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. 9 മണി വാർത്തയുടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇനി ന്യൂസ് 10 കാണാം. അപർണ കുറുപ്പ് ചേരും. വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യാം. നമസ്കാരം.